പരിമിതികളെ സാധ്യതകളാക്കുന്ന മനുഷ്യർ നമുക്ക് എപ്പോഴും വിസ്മയമാണ്. അതെന്തായാലും ലോകത്തിന് മാതൃകയുമാണ്. അത്തരത്തിൽ ഒരാളുടെ ജീവിതയാത്രയിലേക്കാണ് നമ്മൾ ആദ്യം കടന്നുചെല്ലുന്നത്. ഉൾക്കാഴ്ചയാൽ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു മനുഷ്യനെ കുറിച്ചാണ് ആദ്യ വാർത്ത. രാഗങ്ങളെ മോഹങ്ങളെ പൂച്ചൂടും മാവിൻ ഭാവങ്ങളെ. പൂവച്ചൽ സ്വദേശി ഷക്കീർ, പ്രായം 61. പാരമ്പര്യ രോഗം കാഴ്ച കവർന്നു. 2 കണ്ണുകളിലും ഇരുട്ടാണ്. പക്ഷേ വിധിയെന്ന് പറഞ്ഞ് നിസ്സഹായനായിരിക്കാൻ ഷക്കീർ തയ്യാറല്ല. ഇത് സഹായിച്ച പശു നിറയെ എനിക്കൊരു ഹരമാണ്. പശു വളർത്തേണ്ട ഒരു ഹോബിയാണ്. എനിക്ക് ഭയങ്കര ഹരമാണിത്. എൻ്റെ പാഷനാണിത്. കാഴ്ച എനിക്ക് വളരെ വേഗത്തിൽ കാഴ്ച കുറവാണ്. അത്രയില്ല. ആദ്യം എനിക്കൊരു 40% കാണുമായിരുന്നു. ഇപ്പോൾ വന്ന് 90% കാണില്ല. എങ്കിലും ഇതൊന്നും പ്രശ്നമല്ല. എൻ്റെ പശുക്കളൊന്നും ചെയ്യില്ല. എൻ്റെ പശുക്കൾ എന്നെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പശു വാങ്ങിക്കാൻ പോകണം. ഞാൻ തന്നെ എൻ്റെ കൂട്ടുകാരും കൂടെ വന്ന് പിടിച്ചുകൊണ്ട് പോകും. ഞാൻ തട്ടിത്തളവി ഞാൻ വാങ്ങിക്കും പശു. പുലരും മുൻപേ ഉണരും. നേരെ കാലിത്തൊഴുത്തിലേക്ക്. പശുക്കൾക്കുള്ള പുല്ലുവെട്ടുന്നത് മുതൽ തൊഴുത്ത് വൃത്തിയാക്കുന്നത് വരെ എല്ലാം ഒറ്റയ്ക്ക്. പരിമിതികളുടെ പാരമ്യത്തിലും യുദ്ധം ജയിച്ച രാജാവിൻ്റെ ചിരിയാണ് ഷക്കീറിന്. 4 കാലികളെ പോറ്റിയാണ് ജീവിതം കെട്ടിപ്പടുത്തത്. മക്കളെ വളർത്തി, പഠിപ്പിച്ചു, അവരെ ഒരു കരയ്ക്കെത്തിച്ചു. എൻ്റെ മക്കളെ പഠിപ്പിച്ചത് ഞാൻ ഇതുവരെ വേറെ ഒരു തൊഴിലുമില്ല. എനിക്കിത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതൊന്നും ഞങ്ങൾ ജീവിച്ചതല്ല. എൻ്റെ 3 മക്കളെ ഞാൻ ദൈവം സഹായിച്ച്, ഒരാൾ MTech-കാരിയാണ്, 2 MBA-കാരനാണ്, 3ാമത്തെ മോള് BTech-കാരിയാണ്. ഒക്കെ പഠിപ്പിച്ചതും എല്ലാം ഈ ഒരു വരുമാനം. ആരും എന്നെ സഹായിച്ചിട്ടുമില്ല. ഒരു പൈസ എന്നെ ആരും സഹായിച്ചിട്ട് മക്കളെ അയച്ചതായാലും ഇതായാലും എല്ലാം പശുക്കൾ തന്നെയാണ്. പശു തന്നെയാണ് ജീവിതം. പശു കൊണ്ടാണ് ജീവിച്ചത് ഞാനില്ല. ഇരുൾ നിറഞ്ഞ ലോകത്ത് ഈ 4 കാലികളാണ് ഷക്കീറിൻ്റെ കാഴ്ച. അവർ തന്നെയാണ് ജീവിതവും. ആരോടും പരിഭവമില്ല, പരാതിയുമില്ല. പശുക്കൾ എൻ്റെ സ്വന്തം മക്കളെക്കാൾ സ്നേഹമാണ് പശുക്കൾ. ഈ ലോകത്ത് കുരുടനായ അന്ധനായ പശു വളർത്താൻ ഞാൻ മാത്രമായിരിക്കും. ഈ ലോകത്ത് വേറെ ഒരു മനുഷ്യൻ കാണാം. അപ്പോൾ ഇതെനിക്കിതൊരു എല്ലാവരും കാണിച്ചു. അന്ധന്മാർ വീട്ടിൽ തെണ്ടിക്കൊണ്ടിരിക്കുകയോ ലോട്ടറി ഇട്ടുകൊണ്ടിരിക്കുകയല്ലോ, ഇതേപോലെ ജോലി ചെയ്ത് ജീവിക്കാൻ വേണ്ടി ഒരു മാതൃകയാക്കാൻ വേണ്ടി എന്നെ ആരെങ്കിലും സഹായിച്ചാൽ ഞാൻ നിറയെ പശുവും എരുമയും ആടുമാക്കും ഈ ലോകത്തിനും മാതൃകയായി കളിച്ചു. ഈ കിഴക്ക് എൻ്റെ പശു നന്ദിനി പശുവാണ്. ഇതെൻ്റെ കറുപ്പമ്പിള്ളി ഓസ്റ്റിനാണ്. ഇതെൻ്റെ സുബേദായാണ് ഈ പശു. ഞാൻ സുബേദ കൊടുക്കുന്ന ഫുഡാണ്. ഞാൻ പശുവിനെ തരി തൊട്ടാണ് ഞാൻ ഇത് മനസ്സിലാക്കുന്നത്. ഈ തൊഴുത്തും ഇവിടുത്തെ പശുക്കളുമാണ് ഈ മനുഷ്യൻ്റെ ജീവിതം. വീണു പോകുമ്പോൾ താങ്ങി നിർത്തുന്നത് ഈ മിണ്ടാപ്രാണികളാണ്. ആ സ്നേഹം അങ്ങനെ തന്നെ തുടരട്ടെ. ക്യാമറമാൻ സിറിലിനൊപ്പം AV ജയശങ്കർ, 24 തിരുവനന്തപുരം. അപ്പോൾ അതാണ് എത്ര പോസിറ്റീവായിട്ടാണ് ജീവിതത്തെ കാണുന്നത്. ഒരു പരിമിതികളും അതൊരു എന്താണ് പറയുക, നമുക്ക് റെസ്ട്രിക്ഷൻ അല്ല എന്ന് കാണിക്കുന്ന, എന്ന് തെളിയിക്കുന്ന, മാതൃകയാക്കാവുന്നൊരു മികച്ച നല്ല ജീവിതത്തിനുടമയാണ് ആ മനുഷ്യൻ. അപ്പം അദ്ദേഹം വളരെ കൂളായിട്ടാണ് അല്ലേ പറയുന്നത് കാര്യങ്ങളൊക്കെ. എന്തൊക്കെയാണ് ചെയ്യുന്നത്, എങ്ങനെയാണ്, വളരെ കോൺഫിഡൻ്റ് ആയി അദ്ദേഹം പറയുന്നു. അദ്ദേഹത്തിൻ്റെ കോൺഫിഡൻസിന് പിന്നിൽ അദ്ദേഹത്തിൻ്റെ അധ്വാനവുമുണ്ട്. തീർച്ചയായിട്ടും. അതോടൊപ്പം തന്നെ എപ്പോഴുമുള്ള ഒരു എന്താ പറയുന്നത് സെൽഫ് കോൺഫിഡൻസും എല്ലാം ഉണ്ട്. അപ്പോൾ ഇത് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ഞങ്ങൾ വെക്കുന്നത് നിങ്ങൾക്കും ഇതുപോലെ തളരാതെ ജീവിതത്തിലേക്ക് മുന്നോട്ട് പോകാൻ സഹായമാകുമെന്നുള്ള പ്രതീക്ഷയോടെയാണ്.